ഇതിപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്സിന്റെയും ഒക്കെ കാലമാണല്ലോ. അപ്പം ഇത്തരത്തിലുള്ള പല മീറ്റിങ്ങുകളിലും, അതായത് ഡോക്ടർമാരുടെ അല്ലാത്ത മീറ്റിങ്ങുകളിൽ ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കുറെ താല്പര്യമുള്ളതുകൊണ്ട് ഇതുപോലെയുള്ള മീറ്റിങ്ങുകളിൽ പലപ്പോഴും ആരോഗ്യരംഗത്ത് അല്ലാത്ത ഉള്ളവർ സംസാരിക്കുമ്പോൾ കേട്ടിട്ടുള്ള ഒരു സംശയമാണ്, ഈ റോബോട്ടിക് സർജറി വന്ന ഡോക്ടറുടെ പണി പോകുമെന്ന്. അപ്പൊ അവർ പലപ്പോഴും ചോദിക്കാറുള്ളതാണ്, സത്യത്തിൽ ഡോക്ടർ അല്ലല്ലോ, റോബോട്ടല്ലേ സർജറി ചെയ്യുന്നത് എന്നൊക്കെ തമാശയായിട്ടാണെങ്കിലും ചിലരൊക്കെ അത് സത്യത്തിൽ തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഈ റോബോട്ടിക് സർജറി, ഡോക്ടർ ആനന്ദ് ഇപ്പൊ ഈ നമ്മുടെ ഇപ്പൊ രാജഗിരി ആശുപത്രിയിലെ റോബോട്ടിക് സർജറി വന്നിട്ട് ഇപ്പോൾ 1 വർഷത്തിൽ കൂടുതലായി. നമ്മളിപ്പോ ഏതാണ്ട് ഒരു 150 അതിൽ കൂടുതൽ സർജറി ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു ഓങ്കോ സർജറിയിൽ എനിക്ക് തോന്നുന്ന എല്ലാ സർജറികളും, ഓങ്കോ സർജറിയിലെ എല്ലാ സർജറികളും തന്നെ ഇപ്പോൾ റോബോട്ട് അസിസ്റ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സത്യത്തിൽ റോബോട്ടിക് അല്ലല്ലോ അല്ലേ, റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്നല്ലേ പറയുന്നത് സത്യത്തിൽ? കറക്റ്റ്, റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്നാണ്. നമ്മൾ ഇതിന്റെ ഒരു തെറ്റിദ്ധാരണയുടെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ റോബോട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ജപ്പാനിലെ തനിയെ നടക്കുന്ന ഒരു മനുഷ്യന്റെ രൂപത്തിലുള്ള റോബോട്ടിനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്, സങ്കല്പത്തിലുള്ളത്. തനിയെ ജോലി ചെയ്യുന്ന റോബോട്ടിനെയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുന്നത്. റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ കൺവെൻഷനൽ ആയിട്ടുള്ള പണ്ട് മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണ കീഹോൾ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ റോബോട്ടിക് എന്നുള്ള പേരിട്ടിട്ടുള്ളൂ. റോബോട്ടിക് സർജറിയിലെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ ലാപ്രോസ്കോപ്പിക് അല്ലെ കീഹോൾ സർജറി ഇന്ന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കതിന് നമ്മുടെ കൈകൾ തിരിയുന്ന പോലെ തിരിയാനോ മടക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. പക്ഷെ നമുക്കപ്പം ഒരു ക്യാമറയിൽ കൂടെ, സാധാരണ ലാപ്രോസ്കോപ്പിക് സർജറി ആണെങ്കിൽ നമ്മളൊരു ക്യാമറയിൽ കൂടെ കാണുന്നു, നമ്മൾ ഈ സാധാരണ ഇൻസ്ട്രുമെന്റ്സ് ഉള്ളിലേക്ക് ഇടുന്നു. നമ്മൾക്ക് പലപ്പോഴും പല രീതിയിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന പോലെ. പക്ഷെ അതൊന്നും ഈ ഇൻസ്ട്രുമെന്റ്സിന് പറ്റത്തില്ല. കാരണം ആ ഇൻസ്ട്രുമെന്റ്സിന് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. നമ്മളൊരു ചോപ്പ് സ്റ്റിക്ക് വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ കൈകൊണ്ട് വാരി തിന്നുന്ന പോലെ തിന്നാൻ പറ്റുമോ? അതിന് അതിൻ്റെതായിട്ടുള്ള പരിമിതികളില്ലേ? പക്ഷേ ഇതിനകത്തുള്ള ഒരു മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കീഹോൾ സർജറിയും വേണം, പക്ഷെ സർജന്റെ കൈ ഉള്ളിൽ വേണം എന്നുള്ള ഒരു, അതേപോലെ പ്രവർത്തിക്കണം. അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ഈ റോബോട്ടിക് സർജറി എന്നുള്ള ഇത് വന്നത്. ഈ ലാപ്രോസ്കോപ്പിയുടെ തന്നെ അതുപോലെ തന്നെയുള്ള ഇൻസ്ട്രുമെന്റ്സ്, പക്ഷെ അതിന് നമ്മളുടെ കൈ പോലെ തന്നെ തിരിയാനും മടങ്ങാനും എല്ലാം പറ്റും. അപ്പം നമുക്ക് സർജൻ വിചാരിക്കുന്ന പോലെ തന്നെ അതിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ വ്യത്യാസം. റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്വന്തമായി ഒന്നും, അത് തനിയെ ഒന്നും ചെയ്യത്തില്ല. സർജൻ പുറത്ത് ഇരുന്ന് സർജന്റെ കൈ അനക്കുന്ന പോലെ തന്നെ അതുപോലെ തന്നെ അത് റെപ്ലിക്കേറ്റ് ചെയ്യുക. പക്ഷെ ആ റെപ്ലിക്കേഷൻ മില്ലിമീറ്റർ കണക്കിന് പ്രിസൈസ് ആണ്, മനസ്സിലായി? അതുകൊണ്ട് അതിനെ സാധാരണ കൺവെൻഷണൽ ലാപ്രോസ്കോപ്പിക് അതിനകത്ത് നിന്ന് വ്യത്യസ്തമായി കാണാൻ വേണ്ടിയാണ് അതിനെ റോബോട്ടിക് എന്ന് പേരിട്ടിരിക്കുന്നത്. പക്ഷെ അതിന് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനുള്ള കഴിവില്ല, അതിന് സ്വന്തമായിട്ട് ഒരു ചിന്താശക്തിയോ ബുദ്ധിയോ ഒന്നുമില്ല. അതുപോലെ സത്യത്തിൽ അതിനെ റോബോട്ട് എന്ന് വിളിക്കുന്നത് ശരിയല്ലല്ലേ? കറക്റ്റ്, അതൊരു എൻഹാൻസ്ഡ് ഇൻസ്ട്രുമെന്റ് ആണ്. പിന്നെ അതിന്റെ നമുക്ക് സർജന് ഉള്ളിൽ കാണാവുന്ന അതിന്റെ ക്യാമറ സിസ്റ്റവും സാധാരണ ലാപ്രോസ്കോപ്പിക് സിസ്റ്റത്തിനേക്കാളും കുറച്ചുകൂടെ മികവുറ്റതാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ നന്നായി ഉള്ളിലുള്ള കാര്യങ്ങൾ കാണാനും കുറച്ചുകൂടെ വളരെ സൂക്ഷ്മമായി ചെയ്യാനും സാധിക്കും. നമ്മളുടെ കൈ പ്രവർത്തിക്കുന്ന പോലെ തന്നെ ആ ഉപകരണങ്ങളെ നമുക്ക് ഉള്ളിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് സർജൻ ആഗ്രഹമുള്ള രീതിയിൽ തന്നെ നമുക്ക് സർജറി ചെയ്യാൻ പറ്റും. സാധാരണ കീഹോൾ സർജറിയിൽ നമുക്ക് ആഗ്രഹമുള്ള രീതിയിൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് വരില്ല. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു ഡോക്ടർ ആനന്ദൊക്കെ എത്ര മണിക്കൂർ വരെ ഒരു സർജറി നീണ്ടുപോകാറുണ്ട്? സർജറി അത് ഓരോ ക്യാൻസറിന്റെ മാക്സിമം വരുന്നത് 24 മണിക്കൂർ വരെ ഉള്ള സർജറി. സത്യത്തിൽ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എപ്പോഴും ഇതിനെ കാണുന്നത് ഒരു സർജന്റെ വ്യൂ പോയിന്റിൽ, ഈ അല്ലെങ്കിൽ 8-10 മണിക്കൂർ 10 മണിക്കൂർ നിന്ന് നമ്മൾ ഈ ഫുൾ ഏപ്രൺ ഒക്കെ ഇട്ട്, നമുക്ക് ഒട്ടും അൺസ്റ്റെറൈലായിട്ട് ഈ ഗ്ലൗസ് ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ നിൽക്കുന്ന സർജറി ചെയ്യുന്നതിന് പകരം സൗകര്യമായിട്ട് ഇതുപോലെ ഒരു കസേരയിൽ ഇരുന്ന് നമുക്ക് വളരെ കൃത്യതയോടെ ഈ നമ്മളൊരു ഗെയിം കളിക്കുന്നത് പോലെ കൃത്യതയോടെ കുറച്ച് മാറിയിരുന്ന് ചെയ്യാവുന്നതല്ലേ ഈ റോബോട്ട് അസിസ്റ്റഡ്? ഇപ്പം നമ്മളിപ്പോൾ ഒരു സർജറിയുടെ നമ്മുടെ പരിശീലനത്തിലൂടെ ഒക്കെ നമ്മൾ കടന്നു വരുമ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം നമ്മൾ ഒരുപാട് നീണ്ട സർജറികൾക്കായി ട്രെയിൻഡ് ആണ്. ഒരു പട്ടാളക്കാരൻ എങ്ങനെ ട്രെയിൻഡ് ആണോ അങ്ങനെ നമ്മൾ വളരെ ഡിസിപ്ലിനോടുകൂടി ട്രെയിൻഡ് ആണ്. പക്ഷേ നമ്മളെല്ലാവരും
അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമുക്ക് മാനുഷികമായിട്ടുള്ള പരിമിതികളുണ്ട്. പരിമിതികളുണ്ട്. സമയം കടന്നു പോകും തോറും നമ്മളുടെ എഫിഷ്യൻസി കുറഞ്ഞു വരും. കുറഞ്ഞു കുറഞ്ഞു വരാം. 10-12 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ സർജറി തുടങ്ങിയ അത്രയും കൃത്യതയോടുകൂടി ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെന്ന് വന്നേക്കാം. തീർച്ചയായിട്ടും. അപ്പം ഏതൊരു പട്ടാളക്കാരനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ റോബോട്ടിക് സർജറിയിലാകുമ്പോഴത്തേക്കും നമുക്ക് ഇരുന്നു കൊണ്ട് ഈ ഓപ്പറേഷൻ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. സംവിധാനം ഉള്ളതുകൊണ്ട് ക്ഷീണം വളരെ കുറവാണ്. അതുകൊണ്ട് സർജറി തുടക്കം മുതൽ അവസാനം വരെ അതേ എഫിഷ്യൻസിയോടുകൂടി നമുക്ക് മുന്നോട്ട് ചെയ്യാനാകും. പോകാൻ സാധിക്കാറുണ്ട്. ഞാൻ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു സർജനെ നിരീക്ഷിക്കുന്ന സാഹചര്യങ്ങളെല്ലാം കണ്ടിട്ടുള്ളത്. കുറച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു മൂക്കൊന്ന് ചൊറിഞ്ഞാൽ വരെ വേറെ ആൾ വന്ന് ചൊറിഞ്ഞു തരണം അല്ലേ? അല്ലേ? നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ 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 അല്ലേ? നമുക്കൊരു ഒന്ന് ബാത്റൂമിൽ പോകണം തോന്നിയാല് നമുക്കൊരു 8 മണിക്കൂർ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് യൂറിനേറ്റ് ചെയ്യണം. നമുക്ക് യൂറിനേറ്റ് പോകണമെങ്കിൽ നമ്മള് ഡ്രസ്സെല്ലാം മൂരി നമ്മൾ ബാത്റൂമിൽ പോയി തിരിച്ച് വരേണ്ട ഒരു അവസ്ഥയുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, പേഷ്യൻ്റ് മാത്രം. നമുക്കതിനകത്ത് സർജൻ്റെ നമുക്ക് വാഷ്റൂമിൽ പോകാനുള്ള ചിന്തകളോ മറ്റേ മൂക്ക് ചൊറി അതൊന്നും നമ്മുടെ വരുന്നില്ല. നമ്മളതൊക്കെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുവാണ്. പക്ഷെ അതൊക്കെ എത്രത്തോളം നമ്മളെ ഒരു സർജനെ ആരോഗ്യപരമായിട്ട് ബാധിക്കുന്നുണ്ടെന്നും കൂടെ ഞാൻ ബാധിച്ചേക്കാം. ഈ നടുവേദന, ബാക്ക് പെയിന്, അതായത് ഞാൻ ഒരു പഠനങ്ങൾ കണ്ടിട്ടുള്ളത് ഈ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സർജൻസിലുള്ള ബാക്ക് പെയിൻ ഒക്കെ വളരെ കൂടുതലാണല്ലോ അല്ലേ? അതെ അതൊക്കെ ശരിക്കും സത്യത്തിൽ ഈ റോബോട്ട് അസിസ്റ്റഡ് സർജറി വന്നതിന് ശേഷം സർജനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു അനുഗ്രഹമല്ലേ ഇത്? കറക്റ്റ്. നമ്മളിപ്പം ഒരു നല്ല സർജൻ നല്ല രീതിയിൽ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹം ഒരു ഓപ്പൺ സർജറിയോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു 5-6 വർഷം നല്ല രീതിയിൽ ഹൈ വോളിയം സെൻട്രൽ സർജറി ചെയ്തതിനു ശേഷം അദ്ദേഹം ബേൺ ഔട്ട് ആയി പോവാണ്. ഒരു ഫാസ്റ്റ് ബോളർ എങ്ങനെ പെട്ടെന്ന് ബേൺ ഔട്ട് ആയി പോകുന്നു, അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് ബേൺ ഔട്ട് അതെ, ഒരു ഫാസ്റ്റ് ബോളർക്ക് ഈ 40 വയസ്സിൽ അദ്ദേഹത്തിന്റെ കരിയർ കഴിഞ്ഞു. ഒരു സർജനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും 40 വയസ്സിലാണ് കരിയർ നന്നായിട്ട് തുടങ്ങുന്നത്. അപ്പം അങ്ങനെ നമ്മൾ വളരെ ഇന്റൻസീവ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന് മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റാത്ത അങ്ങനത്തെ കേസുകളിൽ നല്ലൊരു സർജനെ അദ്ദേഹത്തിന്റെ കരിയർ എക്സ്റ്റെൻഡ് ചെയ്യാനും ചിലപ്പോൾ റോബോട്ടിക് സർജറി ഒരു പരിധി വരെ സഹായിച്ചേക്കാം. ഇപ്പോൾ പല സർജൻസ്, ഇപ്പം ആനന്ദ് തന്നെ, ഇപ്പം ഈ പുതിയ തലമുറയിലുള്ളവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കാം. പക്ഷെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ഇത് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുന്നത്? ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ സർജൻസും ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുന്നവരാണല്ലോ. അവർക്ക് ഈ റോബോട്ടിക് സർജറി പഠിച്ചെടുത്ത് അതിന്റെ ആ ഒരു ലേണിംഗ് കർവ് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട്? വലിയ ബുദ്ധിമുട്ടാണോ അതോ? ലാപ്രോസ്കോപ്പിക് സർജറി പോലെ അത്രയും ഒരു ലേണിംഗ് കർവ് ഇല്ല റോബോട്ടിക് സർജറിക്ക് ആക്ച്വലി. കാരണം നമ്മൾ എല്ലാവരും ഓപ്പൺ വയറ് തുറന്നുള്ള സർജറിയിൽ പരിശീലിച്ച് വന്നവരാണ്. തുറന്നുള്ള സർജറിയിൽ നമ്മുടെ കൈ ഉപയോഗിച്ച് ചെയ്തത്. ലാപ്രോസ്കോപ്പിക് സർജറിയുടെ ഒരു വ്യത്യാസമായി നമുക്ക് കൈ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് പലതിനും നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. റോബോട്ടിക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കൈ ഉപയോഗിക്കുന്ന പോലെ തന്നെ അകത്ത് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു റോബോട്ടിക് സർജറിയിലേക്കുള്ള ട്രാൻസിഷൻ അത്ര സ്റ്റീപ്പല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ആ സ്കില്ല് അക്വയർ ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ നല്ല രീതിയിൽ ഓപ്പൺ സർജറി അറിയാവുന്നവർക്ക് നല്ല രീതിയിൽ റോബോട്ടിക് സർജറിയും ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഇപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറിയും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ചുകൂടെ ഒരു എളുപ്പം ഉണ്ടാവും. നമുക്ക് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് മൂവ് ചെയ്യാനും ആ ഡെപ്ത് മനസ്സിലാക്കാനും അങ്ങനെയൊക്കെ. അതിന്റെ ഒരു ഉദാഹരണമായിരിക്കാമല്ലോ ഇപ്പൊ നമ്മൾ രാജഗിരി ആശുപത്രിയിൽ ഇപ്പൊ റോബോട്ടിക് സർജറി തുടങ്ങിയിട്ട് ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ നമുക്കൊരു നല്ല ലാർജ് നമ്പർ ഓഫ് സർജറി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും തന്നെ, അതല്ലേ? നമ്മളിപ്പോൾ മോങ്കോ സർജറി ആയിക്കോട്ടെ, ഗൈനക് സർജറി ആയിക്കോട്ടെ, എല്ലാ സർജറിയിലും നമ്മളിപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഒരു ഓപ്പൺ സർജറിയിൽ നിന്ന് ലാപ്രോസ്കോപ്പിക് സർജറിയിലേക്ക് മൂവ് ചെയ്യുന്ന അത്രയും ബുദ്ധിമുട്ടില്ല ആക്ച്വലി. റോബോട്ടിക് സർജറി നമുക്ക് പെട്ടെന്ന് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റും. അതേ ഓപ്പൺ സർജറിയുടെ അതേ കൃത്യത നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ റോബോട്ടിക് സർജറിയിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. ഡോക്ടർ ആനന്ദിന്റെ അനുഭവത്തിൽ ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു വരുന്നുണ്ടോ, അവർക്ക് റോബോട്ടിക് സർജറി പ്രിഫർ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? വളരെ റെയർ ആയിട്ട് അങ്ങനെ ചോദിച്ചു വരാറുള്ളൂ. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു കുറേ മിസ്കൺസെപ്ഷൻസ് ഉള്ളതുകൊണ്ട്. പിന്നെ റോബോട്ടിക് സർജറി ഡോക്ടർ ഉണ്ടാവുമോ റൂമിൽ, അതോ റോബോട്ട് ചോദിക്കുന്നുണ്ടോ? പിന്നെ ഉറപ്പായിട്ട് സാറും അവിടെയൊക്കെ ഉണ്ടാവണേ എന്നൊക്കെ പറയാറുണ്ട്. സാറ് റൂം അവിടം വരെ എത്തിയല്ലേ? ഈ നമ്മളിപ്പം റോബോട്ടിക് സർജറി, ഓങ്കോ സർജറിയിൽ ഡോക്ടർ ആനന്ദ് ഒരു ഓങ്കോ സർജൻ ആണല്ലോ. അതായത് ക്യാൻസർ രോഗി, പ്രധാനമായിട്ടും തൈറോയിഡ്, ബ്രസ്റ്റ്, ലങ്, നമുക്കൊരു ഒത്തിരി ലങ് സർജറീസ് ഇപ്പോൾ ഒത്തിരി കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതെ, ലങ് സർജറിയുടെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്കിപ്പം ഹെൽത്ത് ചെക്കപ്പ് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നെഞ്ചിൻ്റെ എക്സ്റേയോ CT സ്കാനോ അങ്ങനെയൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്.
ലങ് ക്യാൻസർ ആണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പുകവലിയുടെ ഒരു ഏറ്റവും പാർശ്വഫലം കോമൺ ആയിട്ടുള്ള ക്യാൻസർ. മാത്രമല്ല നമ്മുടെ വർദ്ധിച്ചു വരുന്ന എയർ പൊല്യൂഷനും എയർ പൊല്യൂഷൻ. നമ്മുടെ ഡയറ്ററി ഹാബിറ്റും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും, നമ്മുടെ ഹാബിറ്റ്സ് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ലങ് ക്യാൻസറിന്റെ ഇൻസിഡൻസ് വളരെ കൂടിയിട്ടുണ്ട്. കൂടുതലാണ്. പക്ഷേ ലങ് ക്യാൻസറിന്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ അത് വളരെ ലേറ്റ് സ്റ്റേജിലാണ് പലപ്പോഴും പുറത്തറിയുന്നത്. അപ്പോൾ അത് ഓപ്പറേഷൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് ലങ് ക്യാൻസർ വളരെ നേരത്തെ കണ്ടെത്താനും അത് ഓപ്പറേഷന് പറ്റുന്ന സാഹചര്യത്തിൽ തന്നെ സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ മാത്രം മതി അത് സുഖപ്പെടുത്താൻ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് സാധാരണ കൺവെൻഷണൽ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്ക് നെഞ്ചും കൂട് തുറന്ന് നമ്മുടെ വാരിയെല്ലിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ നെഞ്ചും കൂട് തുറന്ന് നമുക്ക് ആ ഒരു മുഴയുള്ള ഭാഗം എടുത്തു മാറ്റുക എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ചെയ്തു. പക്ഷെ നെഞ്ചും കൂട് തുറന്ന് ആ വാരിയലിന് ഇടയ്ക്കൂടെ അത്രയും സ്പേസ് ഉണ്ടാക്കി ചെയ്യുമ്പോൾ പേഷ്യൻറ്റിന് ഓപ്പറേഷൻ ശേഷം നല്ല വേദന എടുക്കാനും റിക്കവറി വളരെ ലേറ്റ് ആവാനും തിരിച്ച് ജോലിയിലേക്കൊക്കെ പോകാനൊക്കെ ഒത്തിരി സമയമെടുക്കാനും സാധ്യതയുണ്ട്. അത് ശരിയാണ്. നമ്മളിപ്പം ഈ മുറിവുണ്ടായിട്ട് ഓരോ ശ്വാസം എടുക്കുമ്പോഴും വലിയ മുറിവാണെങ്കിൽ അവർക്ക് ഭയങ്കര പറ്റില്ല, ശ്വാസം എടുക്കാൻ പറ്റില്ല. ശ്വാസം എടുക്കുമ്പം ഭയങ്കര മിന്നുന്ന പെയിൻ ആയിരിക്കും. ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ കഴിയുന്ന പല വ്യക്തികളും പറയുന്ന ഒരു കാര്യമാണ്, അവർക്ക് ശ്വാസം വലിക്കുന്നത് ഒരു വലിയൊരു പേടിയാണ്, നീട്ടി വലിക്കാൻ പോലും പറ്റില്ല. ഓരോ ശ്വാസം എടുക്കുമ്പോഴും അയ്യോ അയ്യോ എന്ന് വിളിച്ചുകൊണ്ടാണ് പലപ്പോഴും ശ്വാസം എടുക്കുന്നത്. അതൊരു വിഷ്യസ് സൈക്കിളുമാണ്. ശ്വാസം എടുക്കാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ശ്വാസകോശത്തിനകത്തുള്ള കഫം അതൊന്നും പുറത്തും പോകത്തില്ല. അപ്പൊ അത് കൂടുതൽ ഇൻഫെക്ഷനിലേക്കും. അത് ഏത് രീതിയിലാണ് നമുക്ക് റോബോട്ടിക് സർജറി സഹായിക്കുന്നത്? റോബോട്ടിക് സർജറിയുടെ ഏറ്റവും വലിയ ഒരു ഗുണങ്ങളിൽ ഒന്നാണ് നമ്മുടെ നെഞ്ചും കൂടിനകത്തുള്ള ഓപ്പറേഷൻ, ലങ്ങിലുള്ള എല്ലാം thoracic സർജറീസ്. അതെ, നമുക്ക് സാധാരണ ഓപ്പൺ സർജറിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് നെഞ്ചിനകത്ത് നമുക്കൊരു ഫിക്സഡ് സ്പേസേ ഉള്ളൂ, നമുക്ക് വാരിയലിനകത്തുള്ള സ്പേസേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ തുറന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. റോബോട്ടിക് സർജറി ആകുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ താക്കോൽ ദ്വാരങ്ങൾ, സാധാരണ താക്കോൽ ദ്വാര സർജറിയേക്കാളും ചെറിയ സുഷിരങ്ങൾ കൊണ്ടാണ് റോബോട്ടിക് സർജറിയുടെ ഇൻസ്ട്രുമെന്റ്സ് ഉള്ളിലേക്ക് പോകുന്നത്. അത്രയും ചെറിയ ഇതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോയി വളരെ മികവുറ്റ രീതിയിൽ നമുക്കത് കണ്ടുകൊണ്ട് നമുക്ക് ആ സർജറി ചെയ്യാൻ പറ്റും. ഇത് നല്ല ക്ലോസ്അപ്പ് വ്യൂ പോലെ വളരെ ഇതും ഒരു 3D ഡെപ്തിൽ കാണാം. 3D ഡെപ്തിൽ കാണാൻ പറ്റും. ഒരു 3 ഡയമെൻഷൻ നമ്മൾ നേരിട്ട് കാണുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നെഞ്ചും കൂടിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഹാർട്ടുണ്ട്, ഹാർട്ടിലേക്ക് വരുന്ന വലിയ വലിയ രക്തധമനികളുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു എററിന് ചാൻസ് ഇല്ല. അപ്പോൾ ഇൻസ്ട്രുമെന്റ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങനെയൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവുകയും അങ്ങനെ വലിയ പേഷ്യൻ്റ് അപകടത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കും റോബോട്ടിക് ഇൻസ്ട്രുമെന്റ്സ് വളരെ കൃത്യതയോടുകൂടി മൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനത്തെ എറേഴ്സ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. സർജന് ഇഷ്ടമുള്ള രീതിയിൽ ആ ഇൻസ്ട്രുമെന്റ്സിനെ മൂവ് ചെയ്യിക്കാനും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സർജറി കംപ്ലീറ്റ് ചെയ്യാനും പറ്റാറുണ്ട്. നമ്മുടെ ഈ തൈറോയിഡിന്റെ താഴെയുള്ള തൈമസ് ഗ്ലാൻഡ്, ഇതുപോലെ നമുക്ക് മൈസ്തീനിയ ഗ്രാവിസ് എന്ന മസിലിന് ബാധിക്കുന്ന അസുഖത്തിലുള്ളവർക്ക് തൈമോമ, അത് റിമൂവ് ചെയ്യുന്നതും ഇത്തരത്തിൽ പറ്റുമോ? അതെ, കാരണം നമ്മൾ ഒരു കാലം മുമ്പ് വരെ, ഒരു 2-3 വർഷം മുമ്പ് വരെ നമ്മൾ തൈമോമയുടെ മുഴ നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ നെഞ്ചിന്റെ മുന്നിലുള്ള വലിയൊരു പലകയുണ്ട്, ആ സ്റ്റേണം എന്ന് പറഞ്ഞ പലക പോലത്തെ ഒരു എല്ലുണ്ട്. ആ എല്ല് 2ആയിട്ട് മുറിച്ച് നെഞ്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അകത്തിയിട്ടായിരുന്നു നമ്മളത് എടുത്തു മാറ്റിക്കൊണ്ടിരുന്നത്. ആ മുറിവ് കരിയാനും ആ സ്റ്റേണം കരിഞ്ഞ് ഹീലാവാനും ഒക്കെ ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ ഈ റോബോട്ടിൻ്റെ വരവോടുകൂടി നമുക്ക് ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ അത് വളരെ വിജയകരമായി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. പേഷ്യൻ്റ് 3-4 ദിവസം കൊണ്ട് നമുക്ക് വീട്ടിൽ വിടാൻ പറ്റാറുണ്ട്. അപ്പോൾ പേഷ്യൻറ്റിന് വേദനയില്ല, തിരിച്ച് പെട്ടെന്ന് ജോലിക്ക് കയറാം, വർക്ക് ഡേയ്സ് ലോസ്റ്റ് ഭയങ്കര കുറവാണ്. ഇതുപോലെ തൈറോയ്ഡ് സർജറിയും ഇപ്പം റോബോട്ടിക് ഒരു സാധ്യതയുണ്ട്. തൈറോയ്ഡ് സർജറിയിൽ റോബോട്ടിന് സാധ്യതയുണ്ട്. കാരണം നമ്മൾ തൈറോയ്ഡ് സർജറി, ഇപ്പം തൈറോയിഡിന്റെ ക്യാൻസർ വരുന്നതിൽ ഒരു നല്ല ഭൂരിഭാഗം ആൾക്കാരും യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവര് കഴുത്തിന്റെ മുന്നിൽ തന്നെ ഒരു പാട്, ഒട്ടും ബുദ്ധിമുട്ടായിരിക്കും അവർ. കാരണം എല്ലാവരും അവരോട് ചോദിക്കുന്നത് എന്ത് പറ്റിയതാണ്. അപ്പം ആ പാട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ഗൈനക് സർജറി, അതായത് നമ്മുടെ ഓവറിയിൽ ഉണ്ടാകുന്ന ക്യാൻസറുകൾ, അതെല്ലാം വളരെ എളുപ്പത്തിൽ ഈ റോബോട്ടിക് സർജറി. സാധാരണ നമുക്ക് ഓവറിയിലുള്ള ചെറിയ മുഴകളാണെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി വെച്ചാണെങ്കിൽ നമുക്ക് പറ്റും. ഓവറിയിൽ വലിയ മുഴകൾ നമുക്ക് ലാപ്രോസ്കോപ്പിക് സർജറി വെച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഓവറിയുടെ ഒരുപാട് കുടലും ഒക്കെ ആയിട്ട് ഒട്ടിയിരിക്കുന്ന മുഴകളാണെങ്കിൽ നമുക്ക് സാധാരണ ലാപ്രോസ്കോപ്പിക് സർജറി വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓവറിയുടെ സർജറികൾ നമുക്ക് ചെയ്യാൻ
റോബോട്ടിക് ഭയങ്കര സഹായമാണ് ആക്ച്വലി. ഇപ്പൊ ഈ അടുത്ത ഒരു ന്യൂസിൽ നമുക്ക് സാൻ ഫ്രാൻസിസ്കോയിലൊക്കെ ഇപ്പോൾ ഓട്ടോണമസ് കാറ് വന്നു എന്ന് അതെ. നമ്മൾ ന്യൂസ് വായിച്ചായിരുന്നു. ഇപ്പം ഡ്രൈവർ ഇല്ലാത്ത കാർ ടാക്സി ആയിട്ട് ഓടി തുടങ്ങി, വളരെയധികം കാറുകൾ ഓടി തുടങ്ങി. അപ്പോൾ ഒരു കുസൃതി ചോദ്യം എന്ന് തന്നെ കരുതിക്കൊള്ളുക, ഏതെങ്കിലും ഒരു അടുത്ത ഭാവിയിൽ ഒരു 10-20 വർഷത്തിനുള്ളിൽ ഈ ഡോക്ടർ ഇല്ലാതെ ഓട്ടോണമസ് റോബോട്ടിക് സർജറി ഉണ്ടാകുമെന്ന് ഡോക്ടർ ആനന്ദ് കരുതുന്നുണ്ടോ? ഉറപ്പായിട്ടും നമ്മുടെ സയൻസ് കഴിഞ്ഞ ഒരു 1990 മുതൽ 2000 വരെ സയൻസ് ഡെവലപ്പ് ചെയ്ത പോലല്ല 2014 മുതൽ 2024 വരെ ഡെവലപ്പ് ചെയ്തു. വളരെ ബ്രിസ്കാണ് ഇപ്പോൾ. അപ്പം ഉറപ്പായിട്ടും നമ്മുടെ സൊസൈറ്റിയുടെ പല ജോലികളും നമ്മൾ ഓട്ടോണമസ് ഇതായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു ഡോക്ടറുടെ വൈദഗ്ധ്യം അതിന് ഒരു അസിസ്റ്റഡ് ആയിട്ടില്ലേ, അതെ, ഒരു ഓഗ്മെന്റഡ് ഇന്റലിജൻസ് ആയിരിക്കില്ലേ അതിൽ കൂടുതൽ? ഉറപ്പായിട്ടും അത് ആനന്ദിനെ പോലെ മിടുക്കനായിട്ടുള്ള ഒരു ഓങ്കോ സർജന്റെ നിരീക്ഷണത്തിൽ ചെയ്യുന്ന ഒരു സർജറി ആയിരിക്കുമല്ലോ മാക്സിമം വന്നാല്. കറക്റ്റ്. അത് അത് വരാൻ സാധ്യതയുള്ള ഒരു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്ന് മറ്റൊരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഓപ്പറേഷൻ ഒരു ദൂരെയുള്ള അതായത് ഒരു ഡോക്ടർ ആനന്ദിന്റെ വൈദഗ്ധ്യം ഉപയോഗിച്ച് അത്രയും വൈദഗ്ധ്യം ഇല്ലാത്ത ഒരു ആശുപത്രിയിൽ ഒരു സർജറി, അല്ലെങ്കിൽ അവിടെ ഒരു സർജറിയുടെ ഇടയിൽ ഒരു സഹായം ആവശ്യമെങ്കിൽ എനിക്ക് ഇവിടുന്ന് നേരിട്ട് സഹായിക്കാൻ പറ്റും. അതൊരു അനുഗ്രഹമായിരിക്കും. ഇതേ റോബോട്ട് തന്നെ അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് എനിക്ക് ആ റോബോട്ടുമായിട്ട് അതിന്റെ കൺട്രോൾ ഏറ്റെടുക്കാനും എനിക്ക് ആ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് വലിയൊരു ശരിക്കും ഏറ്റവും വലിയ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ ഒരു ഡെമോക്രറ്റൈസേഷൻ ഓഫ് ഈ ഹെൽത്ത് കെയർ ക്വാളിറ്റി, അതായത് എല്ലാവരിലും ഒരുപോലത്തെ ക്വാളിറ്റി ഹെൽത്ത് കെയർ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ എൻ്റെ അനുഭവത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്സിന്റെയും ഒക്കെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. ഒരേ ക്വാളിറ്റിയിലുള്ള ചികിത്സാ രീതി ലോകമെമ്പാടും ഏത് ആശുപത്രിയിൽ ലഭ്യമാക്കാൻ പറ്റണമെങ്കിൽ ഡോക്ടർ ആനന്ദിന്റെ കഴിവ് എല്ലാവർക്കും, അല്ലെങ്കിൽ അതുപോലെ വൈദഗ്ധ്യമുള്ള ഒരു ഓങ്കോ സർജൻ എല്ലായിടത്തും വേണമെന്നില്ല. പക്ഷെ ഡോക്ടർ ആനന്ദിനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും നമ്മുടെ വൈദഗ്ധ്യം പലരിലോട്ടും പല രോഗികളിലോട്ടും പല സർജൻസിലോട്ടും എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കും തീർച്ചയായിട്ടും. നമുക്ക് അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഡീസെൻട്രലൈസേഷൻ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അത് വലിയൊരു ഞാൻ കാണുന്ന വലിയൊരു, ഞാൻ ഒരിക്കലും ഞാൻ എയുടെ വലിയൊരു ആരാധകനാണ്, എയെ പറ്റി ഒത്തിരി സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടി ഒരിക്കലും ഒരു ഓട്ടോണോമസ് സർജറി ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അതിന് പുറകിൽ എപ്പോഴും ഒരു ഡോക്ടർ കാണും. ഇപ്പൊ നമ്മള് രോഗിയുടെ സൈഡിൽ നമ്മളൊരു നിന്നിരുന്ന ഡോക്ടർ ഇപ്പം ഒരു കസേരയിലോട്ട് മാറി. പക്ഷെ ആ ഡോക്ടറിന്റെ സാന്നിധ്യം എപ്പോഴും ആ മുറിയിലും അതിനെ കൺട്രോൾ ചെയ്യുന്നതിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ്. അതിലെല്ലാം എപ്പോഴും ഒരു തെറ്റിന്റെ ഒരു ഫാക്ടർ എപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു ഫാക്ടർ എപ്പോഴും ഉള്ളതുകൊണ്ട് എപ്പോഴും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ഒരു മനുഷ്യന്റെ തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷെ ഇതിപ്പോ ഞാൻ കാണുന്ന മറ്റൊരു പ്രശ്നം, ഈ ട്രെയിനിങ്ങിൽ ഇത് ബുദ്ധിമുട്ടുണ്ടാകുമോ? എന്തൊക്കെ നമുക്ക് ഈ ഇത്തരത്തിലുള്ള നമുക്ക് ആഡിക്വേറ്റ് ട്രെയിനിങ് സാഹചര്യം, അതോ റോബോട്ടിക് സർജറി നമുക്ക് ട്രെയിനിങ്ങിന് ഹെൽപ്ഫുൾ ആണോ? അതായത് നമുക്കൊരു പഠിച്ചു വരുന്ന ഒരു യങ് സർജനെ പഠിപ്പിക്കാനായിട്ട് ഈ റോബോട്ടിക് സർജറി ഹെൽപ്ഫുൾ ആണോ? വളരെയധികം. നമ്മളൊരു ലാപ്രോസ്കോപ്പിക് സർജറി പഠിപ്പിക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് റോബോട്ടിക് സർജറി പഠിപ്പിക്കാൻ. കാരണം നമുക്ക് ഈ നമ്മൾ സർജൻ ഇരിക്കുന്ന കൺസോൾ എന്നാണ് പറയുന്നത്. ആ കൺസോള് നമ്മളൊരു ടീച്ചിങ് ഹോസ്പിറ്റലാകുമ്പോൾ 2 കൺസോൾ, നമ്മുടെ ഈ പണ്ടത്തെ ഡ്രൈവറിന്റെ സൈഡില് ഡ്രൈവർ സ്റ്റിയറിംഗും ആൾക്കും ഒരു ക്ലച്ചും ബ്രേക്കും ഉള്ള പോലെ അപ്പൊ ആൾക്കും ഇതുണ്ട്. അത് വളരെ വലിയൊരു നമ്മളിപ്പോ എനിക്ക് തോന്നുവാണ് എന്റെ സ്റ്റുഡന്റിന് ഞാൻ ഒരു കൺട്രോൾ ഞാൻ കൊടുക്കാം. അപ്പൊ എനിക്ക് ആ കൺട്രോൾ മാത്രം എനിക്ക് അദ്ദേഹത്തിന് ഗീവ് ഓഫ് ചെയ്യാം. അപ്പൊ അത് മാത്രം അദ്ദേഹത്തിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി മെയിൻ കൺട്രോൾ എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുവാണ് അദ്ദേഹം ഒരു പരിധി ലെവലായി കഴിയുമ്പോഴത്തേക്കും ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എന്റെ കൺട്രോൾ മുഴുവൻ അദ്ദേഹത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റും. ആവശ്യമുള്ളപ്പോൾ മാത്രം. എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുവാണെങ്കിൽ അപ്പൊ തന്നെ എനിക്ക് കൺട്രോൾ ഒരു നിമിഷം തിരിച്ചു മേടിച്ച് എനിക്ക് അത് സത്യത്തിൽ ഒരു റവല്യൂഷണറി ചേഞ്ച് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിനിങ്, നമുക്ക് ഈ സർജിക്കൽ ട്രെയിനിങ് വലിയൊരു പ്രശ്നമല്ലേ ശരിക്കും ഒരു വ്യക്തിക്ക്, അല്ലേ? പലപ്പോഴും എത്രയോ വർഷങ്ങൾ ഇങ്ങനെ നമ്മൾ കൂടെ നിന്ന് കണ്ടിട്ട് പിന്നെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡെക്കേഡ്സ് നിന്നിട്ടാണല്ലോ സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ചെയ്ത് പഠിക്കാനും, അതായത് നമുക്ക് ട്രെയിനിങ്ങിന് റോബോട്ടിക് സർജറി ശരിയായിട്ടുള്ള സർജറിയിൽ അല്ലാതെ തന്നെ ചെയ്യാനുള്ള ഒത്തിരി സാഹചര്യങ്ങളുണ്ടല്ലോ. സ്റ്റിച്ചിട്ട് പഠിക്കാൻ നമുക്കത് സിമുലേറ്റഡ് മോഡൽസ് ഒരുപാട് റോബോട്ടിക്കിൽ അവൈലബിൾ ആണ്. അപ്പൊ സർജറി തന്നെ നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു അല്ലേ ശരിക്കും. ആദ്യമേ ഈ ഒരു ലേണിംഗ് ഫേസിൽ വരുമ്പോൾ ആദ്യം നമ്മളൊരു സിമുലേറ്ററി ഇതിൽ കൂടെ പോയിട്ടാണ് നമ്മൾ ഒരു ഒറിജിനൽ പേഷ്യന്റിലേക്ക് പോകുന്നത്. സിമുലേറ്ററി അത് മാസങ്ങളോളം സിമുലേഷനിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾക്ക് ഒരു കോർഡിനേഷൻ കിട്ടുന്നത്. എന്നിട്ടാണ് നമ്മൾ പേഷ്യന്റിലേക്ക് പോകുന്നത്. താങ്ക് യു വെരി മച്ച്.